ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ വളരെയേറെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുമുണ്ട്. എന്തോന്നറിയോ? പാവയ്ക്ക എന്ന് പറയുന്നതാണ്. നമുക്കറിയാം, പാവയ്ക്കായ്ക്ക് ഒരല്പം കയ്പുണ്ട്. കുട്ടികൾക്കൊന്നും അത്ര പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലർക്കും അത് ഇഷ്ടമാണ്. ഇത് നല്ല രീതിയിൽ കയ്പ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നല്ലൊരു തോരൻ ചെയ്താലും സിമ്പിളായിട്ട് അടുക്കളയിലൊക്കെ ചെയ്തിട്ട് അത് തന്നെ. അപ്പോൾ നമ്മൾ തോരൻ വെക്കാൻ വേണ്ടി ഒരു 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയെടുത്താണ്. ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഈ കായെല്ലാം അങ്ങോട്ട് കളയും. ഈ ഷുഗറുള്ളവർക്കൊക്കെ പാവയ്ക്ക നല്ലതാണെന്നാണ് പറയുന്നത്. പാവയ്ക്ക ജ്യൂസ് അടിച്ച് കുടിക്കുന്ന കാണും. അയ്യോ, ഇപ്പം നമുക്കറിയാമല്ലോ പാവയ്ക്ക ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കാം. ഇപ്പം വളരെ എളുപ്പമല്ലേ ഇതേപോലത്തെ ഇങ്ങനെ പിടിച്ച് കറക്കുന്ന സാധനം. അപ്പം നമുക്ക് അതിലോട്ട് ഒന്നിട്ട് നോക്കാം ക്ലിയറായിട്ട് കിട്ടുമെന്ന്. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അങ്ങോട്ട് ഇടാം. ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് അരിഞ്ഞിടാം. ഞാൻ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും 2 പാവയ്ക്ക ഇതേപോലെ അരിഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് റെഡിയാക്കാൻ പറ്റുമോ. ഏതായാലും നമുക്ക് തുറന്ന് നോക്കാം. വേണ്ട, ഇതുണ്ടെങ്കിൽ ഇത് അല്ലെന്നുണ്ടെങ്കിൽ കൊത്തി അരിഞ്ഞ്. അപ്പം നമ്മളൊരു പാത്രത്തിൻ്റെ മേളിൽ ഒരു കോട്ടൻ തുണി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയ്പൊന്ന് കുറയ്ക്കാൻ പറ്റുമോ നോക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങോട്ട് കുടഞ്ഞങ്ങോട്ടിടാം. ഇത് നമുക്കൊന്ന് ഞെക്കി പിഴിഞ്ഞു കയ്പ് കുറയ്ക്കാൻ വേണ്ടി കേട്ടോ, അങ്ങനെ കരുതാവുള്ളൂ. നല്ല ശക്തിയായിട്ട് ഇങ്ങനെ അമിക്കെങ്കിൽ നല്ല ശക്തിയായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും കയ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 പാവയ്ക്ക ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 സവോളയും 1 ക്യാരറ്റ് 2 പച്ചമുളക് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. രണ്ട് പച്ചമുളക് അതുകൂടെ ചെറുതായിട്ട്. തോരനുള്ള എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെച്ചു. ചൂടായതിന് ശേഷം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇച്ചിരി കടുക് ഒന്നിട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഈ സാമ്പാർ പരിപ്പാണ് ഒരു ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനാണ് കേട്ടോ. ഉഴുന്ന് പരിപ്പ് വേണേലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ പരിപ്പൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു 2-3 വറ്റൽമുളക്, ഇച്ചിരി കരിവേപ്പില ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പരിപ്പ് ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വയ്ക്കും സവോളയും അതുപോലെ തന്നെ ക്യാരറ്റ് പച്ചമുളകും എല്ലാം കൂടെ അങ്ങോട്ട് ഇടും. ഈ സവോളയൊക്കെ ഇച്ചിരി കൂടുതൽ കിടക്കുന്നതല്ല. ആദ്യമേ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. ഒരു 2 മിനിറ്റ് ഇതൊന്ന് വാട്ടിയെടുക്കും. ഇപ്പോൾ 2 മിനിറ്റ് ആയതിനു ശേഷം ഈ പാവയ്ക്ക കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പൊടി ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ചട്ടും കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് വലിച്ച് നമ്മൾ പറയത്തില്ല തട്ടി പൊത്തി വെക്കുക. ഇപ്പോൾ പാവയ്ക്ക ഒന്ന് വേകണം. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ നാവി ഒന്ന് കയറണം കേട്ടോ. അപ്പോൾ അത്ര സമയം ഇരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ആവി കയറാൻ വേണ്ടി വെച്ചിരുന്നതാണ്. നമ്മൾ എത്രയൊക്കെ പാവയ്ക്ക ഞെക്കി കളഞ്ഞെന്ന് പറഞ്ഞാലും പാവയ്ക്ക കഴിക്കും കേട്ടോ. കുറച്ച് കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നിശേഷം പാവയ്ക്കയുടെ കയ്പ് മാറത്തില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി വേണ്ട തേങ്ങാപ്പീര് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇതേപോലെ കുറച്ച് തേങ്ങാപ്പീര് എടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിയായിട്ട് വേണം ചിരണ്ടി എടുക്കാനായിട്ട്.
ഈ തേങ്ങാപ്പീര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കട്ടെ. ആവശ്യത്തിനുള്ള തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ ഈ തോരൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് റെഡി ആക്കിയതിന് ശേഷം അടുപ്പൊക്കെ നിർത്താം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉറപ്പ് വരുത്തിയ ശേഷം വേണം ഇതെടുക്കാനായിട്ട്. പാവയ്ക്ക തോരനൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം. അന്ന് നേരത്തെ പറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ ഇത്ര പ്രീതിയല്ലായിരിക്കും, കാര്യം കയ്പുള്ളതുകൊണ്ട്. പിന്നെ വേറെ ആരുണ്ട്, എല്ലാ വീട്ടമ്മമാർക്കും, മിക്ക വീട്ടമ്മമാർക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക തോരനാണ്. പിന്നെ കയ്പ്പ് പോകാനായിട്ട് ഞാൻ പിഴിഞ്ഞ് കളഞ്ഞില്ലേ കയ്പ്പ്, അത് ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ്, കയ്പ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അറിയാൻ പറ്റാത്തവരുണ്ടൊക്കെ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക തോരൻ, വളരെ സിമ്പിളായിട്ടങ്ങ് ചെയ്തതെന്നേ ഉള്ളൂ കേട്ടോ.